അതെല്ലാം ആ കാലത്ത് നടന്നിരിക്കുന്നത് എല്ലാം കോടതി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാജിവാഹനം തന്ത്രിക്ക് കൈമാറി പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ഭരണസമിതി എന്നുള്ളൊരു ആരോപണം വന്നിരുന്നു. അത് 2/3/2017 ശബരിമലയിലെ അഡ്വക്കേറ്റ് കമ്മീഷണർ കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഈ വാജിവാഹനം തന്ത്രിക്ക് നൽകിയത് വിധിപ്രകാരമാണെന്ന് പറയുന്നുണ്ട്. ഈ പരിപാടിയിൽ അന്നത്തെ ഒരു ദേവസ്വം CPM ദേവസ്വം ബോർഡ് മെമ്പർ കൂടി പങ്കെടുത്തിരുന്നു. അതല്ല പ്രസക്തി. അത് കോടതി അംഗീകരിച്ചിട്ടുണ്ട്. വിധിപ്രകാരമാണ് എന്നുള്ളത് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അത് പരസ്യമായിട്ടാണ് നടത്തിയത്. അതായത് തന്ത്രവിധി പ്രകാരമാണ് അത് കൈമാറിയിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് കമ്മീഷണർ, ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. Thereafter the different parts of the Dwajam was removed and as per the tradition and the system, the Vajivahanam was given to the Tandri by the president and the wooden parts of the Dwajam were cremated in an holy atmosphere on the southern courtyard of the temple by the temple after performing the various rituals connected with the cremation of a body. അതാണ് അതിൻ്റെ താന്ത്രിക വിധിപ്രകാരം മരം ദഹിപ്പിക്കണമെന്നാണ് ഇത്. മറ്റത് ലോഹം തന്ത്രിക്ക് കൈമാറണമെന്ന്. ഇത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പരസ്യമായിട്ടാണ് അത് ചെയ്തത്. അതിനെ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് സെവറൽ തൗസൻഡ്സ് ഓഫ് ഡിവോട്ടീസ് and the learned commissioner rightfully calls this a major historical event with respect to the temple എന്നാണ് ഹൈക്കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ കൈമാറ്റം നിയമപരവും താന്ത്രിക വിധിപ്രകാരമാണ് എന്നാണ്. അതിൻ്റെ കളവല്ല. അതങ്ങനെ ചെയ്യാൻ പാടില്ല. ലോഹത്തിലുള്ള പ്രതിഷ്ഠ തന്ത്രിക്ക് കൈമാറണം, മരത്തിൻ്റെത് ദഹിപ്പിക്കണം. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇതുണ്ട്. ഇതെന്തെന്നറിയോ, ഇപ്പം നടന്ന സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധ്വജത്തിൻ്റെ കാര്യവും വാജിവാഹനമൊക്കെ പറഞ്ഞത്. അതെല്ലാം കോടതിയുടെ പൂർണ്ണമായ നിരീക്ഷണത്തിൽ നിയമപരമായി താന്ത്രിക വിധിപ്രകാരം നടന്നിട്ടുള്ളതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ട 3 പ്രധാനപ്പെട്ട CPM നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ്. അവർക്കെതിരെ നടപടി പോലും എടുക്കുന്നില്ല. നടപടിയെടുക്കാൻ പേടിയാണ്. അവർ കൂടുതൽ ആളുകളുടെ പേര് പറയുമെന്നുള്ള പേടിയാണ്. കൂടുതൽ CPM നേതാക്കന്മാരുടെ പേര് പറയുമെന്നുള്ള പേടിയാണ്. ഇത് കേരളത്തിൽ ഞെട്ടലോടുകൂടിയാണ് ഇതെല്ലാവരും കാണുന്നത്. ആദ്യം ഈ പൊതിഞ്ഞ സ്വർണം മാറ്റിയെന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് 30 ദിവസവും 1 മാസവും 9 ദിവസവും ചെന്നൈയിൽ എത്താൻ എടുത്തു ഇത് ദ്വാരപാലക ശില്പം. അപ്പോൾ എന്തായിരുന്നു ഇത് ഇവിടെ വെച്ചുകൊണ്ട് ഇതിൻ്റെ വ്യാജനം ഉണ്ടാക്കുകയായിരുന്നു. വ്യാജനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് വ്യാജനാണ് കൊണ്ടുപോയത് ചെന്നൈയിലേക്ക്, ഒറിജിനൽ വിൽക്കുകയാണ് ചെയ്തത്. അതാണ് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം. ആ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണമാണ് VSSയിലെ ശാസ്ത്രീയമായ സയൻറ്റിഫിക്കായ തെളിവെടുപ്പിന് ശേഷം കോടതി പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷം ഉന്നയിച്ച അതേ ആരോപണമാണ്. കറക്റ്റ്. തീർച്ചയായിട്ടും അത് അവർ കൊടുത്തിരിക്കുന്ന മൊഴികളൊക്കെ പുറത്തു വരട്ടെ. അപ്പോൾ അറിയാമല്ലോ, പണം മേടിച്ചിരിക്കുന്നവരെ കുറിച്ചൊക്കെ മൊഴിയുണ്ട്. അപ്പം നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യവും നമുക്കും പറയാൻ പറ്റില്ലല്ലോ. ആധികാരികത ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. ആധികാരികമായ രേഖയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഈ പണം മേടിച്ചതിൻ്റെയൊക്കെ മൊഴികളുണ്ട് പലരുടെയും. അല്ല, അത് നോക്കട്ടെ. ഒരു ഏജൻസി അല്ലേ, സെൻട്രൽ ഏജൻസി അല്ലേ നടത്തുന്നത്. അവരെ അന്വേഷിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷനിലുള്ള കാര്യം അവർക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അതായത് ഇതിൻ്റെ ഇടയിൽ നടത്തിയിരിക്കുന്ന കള്ളപ്പണ ഇടപാട്. ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞതനുസരിച്ച് 100 കണക്കിന് കോടി രൂപയുടെ ഈ അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘമൊക്കെ ബന്ധമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് വലിയ ഇൻ്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉള്ള കേസാണ്. അവരന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കണ്ടെത്തട്ടെ.